ഞാൻ സുലേഖ സക്കീർ. ഞാനിന്നിവിടെ മുട്ട ചേർക്കാത്ത പാലും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മതി കൊക്കോ പൗഡർ. ഞാൻ ഇത്തിരി കൊണ്ട് ഒന്ന് ഡാർക്ക് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താണ്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം 1 കപ്പ് പൊടിയാണ് വേണ്ടത്. ഇതേപോലെ വടിച്ചെടുക്കുന്ന രീതിയിലാണ് പൊടി എടുക്കേണ്ടത്. അത് നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്ത പൊടിയാണിത്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ആ പാലൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ തണുപ്പ് വയ്ക്കുള്ളൂ. അതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പൊടിച്ച 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പഞ്ചസാര പൊടിച്ചതാണെങ്കിലും പാലും ഓയിലൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അതിൻ്റെ കൂടെ അരിച്ച് വെച്ച പൊടികളെല്ലാം കുറച്ചായിട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സിങ് വേണ്ട, പതുക്കെ ഒരു സൈഡിലേക്ക് മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബാക്കി പൊടികളെല്ലാം ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട ചേർത്ത് ഉണ്ടാക്കണേലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. മിൽക്ക് മെയ്ഡ് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. കൂടുതൽ ചേർത്താൽ അത്രയും രുചി നമുക്ക് കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ തടവി കൊടുത്തിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഞാനൊരു ചരുവത്തിനകത്താണ് കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഇത് 5 മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൻ്റെ അകത്ത് വേറൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് അത് കേക്ക് പാൻ വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് മുട്ട ചേർക്കാത്തത് കൊണ്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് വെന്ത് കിട്ടുള്ളൂ. ഇനി കേക്ക് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റും കൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. തട്ടിയിട്ടൊന്നും പോണില്ല, നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര സിറപ്പിലേക്ക് എന്നിട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര സിറപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നതാണ്. ഇനി അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഇതേപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയണ കൂട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അതിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഞാനെടുത്തൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. പേരെഴുതാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കാലത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ആണ് ഇത് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറി നല്ല ഡാർക്ക് കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് ആദ്യത്തെ ഒരു ലെയറാണ്. അതിലേക്ക് നമ്മൾ പഞ്ചസാര സിറപ്പിൻ്റെ കൂടെ വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത സിറപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കേക്കൊന്ന് എടുക്കണം. എന്നാലാണ് കേക്കൊക്കെ മുറിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. ഐസിങ് ഒന്നും എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും ഉള്ള എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് ഞാനൊരുവിധം കേക്ക് ഐസിങ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കേക്ക് ക്രംസൊക്കെ മുകളിൽ കാണാം. അത് കുഴപ്പമില്ല, അത് നമ്മൾ ചോക്ലേറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. എനിക്കറിയാവുന്നൊരു ചെറിയ ഡിസൈനാണ് ചെയ്ത് കൊടുത്തേക്കണത്. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ പൊടികൾ കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ ചോക്ലേറ്റ് ഇതേപോലെ എല്ലാ സ്ഥലത്തും ഇടണമല്ലോ, അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അത് വെച്ച് പേര് എഴുതാണ്. ഇത് ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അതാണൊന്ന് പേരൊക്കെ എഴുതിയത്. അതുകൊണ്ട് ഈ കേക്ക് ഞാൻ മുറിച്ച് കാണിക്കുന്നില്ല, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണതുകൊണ്ട് മുറിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.